പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ പോലീസിന്റെ വ്യാപക പരിശോധന. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ലോഡ്ജുകൾ, ചന്ത, ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും പ്രത്യേക സംഘങ്ങളായി നടത്തിയ പരിശോധനയിൽ ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങളും പങ്കെടുത്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്തു. ഇവരുമായി ബീന റാണി ശരിയാണ്. ബീന, വ്യാപകമായ പരിശോധനയാണ് നടന്നത്. മറ്റെന്തൊക്കെയാണ് റെയ്ഡിലെ പരിശോധനയിലെ കണ്ടെത്തലുകൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന അതിക്രമങ്ങളും ഒപ്പം തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങളെ പറ്റിയും ഒക്കെ വ്യാപകമായ പരാതി നാട്ടുകാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധ ആണ് പെരുമ്പാവൂരിൽ നടന്നത്. കമ്മീഷണറുടെ ഓഫീസിലേക്കും മറ്റും പ്രതിഷേധ ജാഥയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പോലീസ് വ്യാപകമായ പരിശോധന നടത്തിയത്. ഇതിന്റെ ഭാഗമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച സ്ത്രീകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി കെ സുദർശന്റെ മേൽനോട്ടത്തിൽ ആയിരുന്നു പരിശോധനകളെല്ലാം തന്നെ നടന്നത്. ഇത്തരത്തിൽ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ലോഡ്ജുകൾ, മാർക്കറ്റ്, ബസ്സുകൾ എന്നിവിടങ്ങളിൽ വ്യാപകമായ പരിശോധന ഇന്ന് നടന്നു. 100-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് എന്നിവയുടെ സേവനവും ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്തായാലും പെരുമ്പാവൂര് പട്ടണത്തിലും പരിസരത്തുമെല്ലാം താമസിച്ചു വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിന് തദ്ദേശവാസികളെയും ഒപ്പം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളെയും സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ നടപടികളാണ് പെരുമ്പാവൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ നടപടിയിൽ വെങ്ങോല, വാഴക്കുളം, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഇടങ്ങളിലെ അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരെയും മുനിസിപ്പൽ ചെയർമാനെയും വിവിധ മത സാംസ്കാരിക സംഘടനാ ഭാരവാഹികളെയും ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രതിനിധികളെ എന്നിവരെല്ലാം ഭാരവാഹികളാക്കിക്കൊണ്ടാണ് തുടർ പ്രവർത്തനങ്ങൾ നടക്കുക. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ഇടയിലുള്ള മയക്കുമരുന്ന്, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവരശേഖരണം നടത്തും. അവർക്കിടയിലുള്ള മറ്റു പ്രശ്നങ്ങൾ പഠിക്കും. ഒപ്പം തന്നെ മക്കൾക്ക് മികച്ച പഠന സൗകര്യങ്ങൾ ഏർപ്പാട് കൊടുക്കുന്നതിനും പോലീസ് സഹായം നൽകും. മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണവും നടത്തും. ഇത്തരത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് പോലീസ് ഏകോപിപ്പിച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ മാസവും യോഗം ചേരും. ഒപ്പം തന്നെ ഈ യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരു യോഗം തന്നെയാണ് പെരുമ്പാവൂരിൽ നടന്നത്. നാട്ടുകാരുടെ ഇടയിൽ നിന്നുണ്ടായ വലിയ പ്രതിഷേധത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ചില നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് വേണം കരുതാൻ.